Hello everybody, welcome back to Literary Criticism and Theory. Here we have part 2 Aristotle from the Classical Age. Let's start. Aristotle, the Greek philosopher, lived from 384 BC to 322 BC. He was the most distinguished disciple of Plato and the tutor of Alexander the Great. He wrote a number of critical treatises, which only two are Poetics and Rhetoric. Poetics deals with the art of poetry, rhetoric deals with the art of speaking. Poetics deals with many more problems of literature than rhetoric. അപ്പോൾ നമ്മൾ പ്ലാറ്റോനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ രണ്ടാമതായി പഠിക്കാനുള്ളത് അരിസ്റ്റോട്ടലിനെ കുറിച്ചാണ്. ദ ഗ്രീക്ക് ഫിലോസഫർ, അയാൾ ഗ്രീക്ക് തത്വചിന്തകനാണ്. പ്ലാറ്റോയും ഏതാണ്, ക്ലാസിക്കൽ ഏജിലുള്ള ഒരു ഗ്രീക്ക് തത്വചിന്തകൻ തന്നെയാണ്. അതുപോലെ തന്നെയുള്ളൊരു ഫിലോസഫർ ആരാണ്, ഫിലോസഫർ തന്നെയാണ് ആരും, അരിസ്റ്റോട്ടിലും. അയാൾ ജീവിച്ച കാലഘട്ടം എന്ന് വെച്ചാൽ 384 BC മുതൽ 322 BC വരെയാണ്. ഹി വാസ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്ഷ്ഡ് ഡിസൈപ്പിൾ ഓഫ് പ്ലാറ്റോ ആൻഡ് ദ ട്യൂട്ടർ ഓഫ് അലക്സാണ്ടർ ദി ഗ്രേറ്റ്. അദ്ദേഹം പ്ലാറ്റോയുടെ ശിഷ്യനാണ്, അതുപോലെ തന്നെ അലക്സാണ്ടർ ഗ്രേറ്റിൻ്റെ ട്യൂട്ടറുമാണ്. പ്ലാറ്റോയുടെ ശിഷ്യനാണ്, അതേസമയം തന്നെ അലക്സാണ്ടർ ഗ്രേറ്റിൻ്റെ ട്യൂട്ടേഴ്സ് അറിയില്ലേ, പഠിപ്പിക്കുന്ന ആൾ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഹി റോട്ട് നമ്പർ ഓഫ് ക്രിറ്റിക്കൽ ട്രീറ്റൈസസ് വിച്ച് ഓൺലി ടു ആർ. ഇഷ്ടംപോലെ ക്രിറ്റിക്കൽ വർക്ക്സ് ആര് എഴുതിയിട്ടുണ്ട്, നമ്മുടെ അരിസ്റ്റോട്ടിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ രണ്ടെണ്ണം വളരെ ഫേമസ് ആയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്, പോയറ്റിക്സ് ആൻഡ് റിട്ടോറിക്. നമ്മുടെ പ്ലാറ്റോ എഴുതിയ രണ്ട് ബുക്കുകൾ ഏതാണ്, അത് മാറിപ്പോവരുത്. എന്താണ്, റിപ്പബ്ലിക്കും ഡയലോഗ് ആൻഡ് റിപ്പബ്ലിക് ആണ് പ്ലാറ്റോയുടെ ബുക്ക്. ഇവിടെ അരിസ്റ്റോട്ടലിൻ്റെ ബുക്സ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, പോയറ്റിക്സിൻ്റെ ചില ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് രണ്ട് ബുക്കാണ് അരിസ്റ്റോട്ടലിൻ്റെ പഠിക്കാനുള്ളത്, പോയറ്റിക്സ് ആൻഡ് റിട്ടറിക്. പോയറ്റിക് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് പറഞ്ഞത്, പോയറ്റിക് ഡീൽസ് വിത്ത് ആർട്ട് ഓഫ് പോയട്രി, റിട്ടറിക് ഡീൽസ് വിത്ത് ആർട്ട് ഓഫ് സ്പീക്കിംഗ്. മനസ്സിലായോ, പോയറ്റിക് ഡീൽസ് വിത്ത് ആർട്ട് ഓഫ് പോയട്രി, പോയട്രിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. പോയട്രി എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടിനെ കുറിച്ചിട്ടും അതിൽ ഉൾപ്പെടും കേട്ടോ. പിന്നെ റിട്ടറിക് ഡീൽസ് വിത്ത് ആർട്ട് ഓഫ് സ്പീക്കിംഗ്. പോയറ്റിക്സ് ഡീൽസ് വിത്ത് മെനി മോർ പ്രോബ്ലംസ് ഓഫ് ലിറ്ററേച്ചർ ദാൻ റിട്ടറിക്. പോയറ്റിക്സിലാണ് ലിറ്ററേച്ചറിലെ കുറേ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത്, റിട്ടറിക് പറഞ്ഞ ബുക്കിനേക്കാളും കൂടുതലായിട്ട്. ദെൻ പ്ലാൻ ഓഫ് പോയറ്റിക്സ്. പോയറ്റിക്സ് എന്ന് പറഞ്ഞ ബുക്ക് ഏത് രീതിയിലാണ് അതിൻ്റെ പേജസും ഏത് രീതിയിലാണ് അതിൽ ചാപ്റ്റേഴ്സും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണത്. പോയറ്റിക്സ് കണ്ടെയ്ൻ 26 സ്മോൾ ചാപ്റ്റേഴ്സ്. പോയറ്റിക്സിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് 26 ചെറിയ ചാപ്റ്ററുകളാണ്. ദ ഫസ്റ്റ് 4 ആൻഡ് 25th ആർ ഡിവോട്ടഡ് ടു പോയട്രി. ഒന്നാമത്തെ 4 26 ചാപ്റ്റേഴ്സ് ഉണ്ട്. പോയറ്റിക്സ് കണ്ടെയ്ൻസ് 26 സ്മോൾ ചാപ്റ്റേഴ്സ്. അതിൽ ഒന്നാമത്തെ 4 25ാമത്തെ ചാപ്റ്ററും ഡിവോട്ടഡ് ടു പോയട്രി. ദ ഫിഫ്ത്ത് ഇൻ ജനറൽ വേ ടു കോമഡി, എപ്പിക് ആൻഡ് ട്രാജഡി. 5ാമത്തെ ചാപ്റ്റർ, ഇതൊക്കെ ഡിവിഷൻ ചോദിക്കൂട്ടോ. അപ്പോൾ 26 ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് 4ഉം 25ാമത്തെ ചാപ്റ്ററും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പോയട്രിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ 5th ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ ജനറലായിട്ട് കോമഡിയെക്കുറിച്ചും എപ്പിക്കിനെ കുറിച്ചും ട്രാജഡിയെക്കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോളോയിങ് 14 ചാപ്റ്റേഴ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 5 കഴിഞ്ഞിട്ടുള്ള 14 ചാപ്റ്റേഴ്സും എന്തിനെക്കുറിച്ചാണ്, ദാറ്റ് മീൻസ് 6 മുതൽ 19 വരെയുള്ള 6 മുതൽ 19 വരെയുള്ള ചാപ്റ്റേഴ്സ് ഡിവോട്ടഡ് ടു ട്രാജഡി. ദ നെക്സ്റ്റ് 3 ടു പോയറ്റിക് ഡിക്ഷൻ. മൂന്നാമത്തെ, അത് കഴിഞ്ഞതിന് ശേഷം 19 വരെ നമ്മൾ എത്തി, 19 വരെ എത്തി. അത് കഴിഞ്ഞാൽ 20, 21, 22 നെക്സ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഡിവോട്ടഡ് ടു പോയറ്റിക് ഡിക്ഷൻ. പോയറ്റിക് ഡിക്ഷൻ ഹിയർ മീൻസ് പോയറ്റിക് ലാംഗ്വേജ്. ദ നെക്സ്റ്റ് 2 ഡിവോട്ടഡ് ടു എപ്പിക് പോയട്രി. പിന്നെ എത്ര ചാപ്റ്റേഴ്സാണ്, ആകെ 26 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. പിന്നെ അതിൽ അടുത്തത് ഏതൊക്കെയാണ്, 23ഉം 24ഉം 23 ആൻഡ് 24 എപ്പിക് പോയട്രിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചാപ്റ്ററുകൾ ഉപയോഗിച്ചത്. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ 26 ഡിവോട്ടഡ് ടു കമ്പാരിസൺ ബിറ്റ്വീൻ എപ്പിക് ആൻഡ് ട്രാജഡി. 26ാമത്തെ ചാപ്റ്ററിലാണ് ട്രാജഡിനെ കുറിച്ചിട്ടും എപ്പിക്കിനെ കുറിച്ചൊരു കമ്പാരിസൺ നമ്മുടെ അരിസ്റ്റോട്ടിൽ നടത്തിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. എപ്പിക്കിനെയും ട്രാജഡിനെയും കുറിച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പാരിസൺ, അതെപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഏത് ചാപ്റ്ററിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്, ചാപ്റ്റർ 26.
അപ്പം പോയറ്റിക്സ് എന്ന് പറഞ്ഞ ബുക്ക് ഇന്ന് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് 26 ചാപ്റ്ററുകളാണുള്ളത്. ഫസ്റ്റ് 4 ആൻഡ് 25th ആർ ഡിവോട്ടഡ് ടു പോയട്രി. ഒന്നാമത്തെ 4 25ാമത്തെ ചാപ്റ്ററും പോയട്രിക്ക് വേണ്ടിയിട്ടാണ്. ദെൻ 5th ഇൻ ജനറൽ വേ കോമഡി, എപ്പിക് ആൻഡ് ട്രാജഡി. 5ാമത്തെ ചാപ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഡിവോട്ട് ചെയ്തത്? ജനറലായിട്ട് കോമഡിയെക്കുറിച്ചും എപ്പിക്കിനെ കുറിച്ചും ട്രാജഡിനെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള 14 ചാപ്റ്റേഴ്സ്, ദാറ്റ് മീൻസ് 6 to 19 ചാപ്റ്റേഴ്സ് ഡിവോട്ടഡ് ടു ട്രാജഡി. ദെൻ ദ നെക്സ്റ്റ് 3 ചാപ്റ്റേഴ്സ്, ദാറ്റ് മീൻസ് 20, 21, 22 ഇൻ ഫോർ പോയറ്റിക് ഡിക്ഷൻ. ദ നെക്സ്റ്റ് 2 ഡിവോട്ടഡ് ടു എപ്പിക് പോയട്രി. ദ ലാസ്റ്റ് ചാപ്റ്റർ 26 ഡിവോട്ടഡ് ടു കമ്പാരിസൺ ബിറ്റ്വീൻ ട്രാജഡി ആൻഡ് എപ്പിക്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ട്രാജഡി ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് പോയട്രി. അരിസ്റ്റോട്ടിലിൻ്റെ അഭിപ്രായത്തിൽ ട്രാജഡിയാണ് ഏറ്റവും ഹയസ്റ്റ് ഫോം പോയട്രിയുടെ അല്ലെങ്കിൽ ആർട്ടിൻ്റെ. ഇവിടെ പോയട്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ആർട്ട് എന്നുള്ളൊരു മീനിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രാജഡിയാണ് ഏറ്റവും ഹയസ്റ്റ് ഫോം ആർട്ടിൽ അല്ലെങ്കിൽ പോയട്രിൻ്റെ എന്ന് പറയുന്നുണ്ട്. ദെൻ അരിസ്റ്റോട്ടിൽസ് ഒബ്സർവേഷൻസ് അബൌട്ട് പോയട്രി. പിന്നെ എന്തൊക്കെയാണ് ആ പോയട്രിനെ കുറിച്ച് അരിസ്റ്റോട്ടിൽ നടത്തിയ ഒബ്സർവേഷൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പ്ലാറ്റോൻ്റെ ഒബ്സർവേഷൻസ് ഓഫ് ആർട്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോണത് അരിസ്റ്റോട്ടിലിൻ്റെ ഒബ്സർവേഷൻസ് ഓഫ് ആർട്ട് ഓർ പോയട്രി. പ്ലാറ്റോയുടെ ഒബ്സർവേഷൻസ് പഠിച്ച സമയത്ത് പ്ലാറ്റോയുടെ ശിഷ്യനാണല്ലോ അരിസ്റ്റോട്ടിൽ. അപ്പം തീർച്ചയായിട്ടും ഈ മിമസിസ് എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊരു തിയറി ഓഫ് ഇമിറ്റേഷൻ. പ്ലാറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസ് ആണെങ്കിൽ ഇവിടെ ശരിക്ക് കേൾക്കട്ടോ. ഇവിടെ ഇതെല്ലാം കൂടി ഞാൻ എഴുതി വെച്ചിട്ട് സ്ലൈഡ് നിറച്ചിട്ടില്ല. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക. പ്ലാറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസ് നമ്മൾ പഠിച്ചു. പിന്നെ അരിസ്റ്റോട്ടിലിൻ്റെ അതേ സെയിം പ്ലേസിൽ പറയാൻ പറ്റുക അരിസ്റ്റോട്ടിലിൻ്റെ തിയറി ഓഫ് മിമസിസ് അല്ലെങ്കിൽ തിയറി ഓഫ് ഇമിറ്റേഷൻ. അപ്പോൾ ഒരു കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരേ രീതിയിലാണ് പറയുന്നത്. ഏതാണ്? വി ഹാവ് ലേൺഡ് അബൌട്ട് ദ ഒബ്സർവേഷൻസ് ഓഫ് ആർട്ട് അല്ലേ. പ്ലാറ്റോയുടെ ഒബ്സർവേഷൻസ് ഓഫ് ആർട്ട് നമ്മൾ പഠിച്ചു. വി ഡിസ്കസ്ഡ് ദ പ്ലാറ്റോസ് ഒബ്സർവേഷൻസ് ഓഫ് ആർട്ട്. അക്കോർഡിംഗ് ടു ഹിം ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് ആർ ഇമിറ്റേഷൻസ്. ആം ഐ റൈറ്റ് അല്ലേ? എല്ലാ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസും എന്താണ്? ഇമിറ്റേഷൻസ് ആണ് എന്ന് നമ്മൾ പ്ലാറ്റോയിൽ പഠിച്ചു. അറ്റ് ദ സെയിം ടൈം അരിസ്റ്റോട്ടിൽ എഗ്രീസ് വിത്ത് പ്ലാറ്റോ ദാറ്റ് ആർട്ട് ഈസ് ആൻ ഇമിറ്റേഷൻ ഓർ മിമറ്റിക്. മനസ്സിലായോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഈ സ്ലൈഡിലേക്ക് നിങ്ങൾ നോക്കേണ്ടതുള്ളൂ. പ്ലാറ്റോ പറഞ്ഞു ആർട്ട് ഈസ് ഇമിറ്റേഷൻ. അത് പ്ലാറ്റോയും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ടൈപ്പ് ഇമിറ്റേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ അരിസ്റ്റോട്ടിൽ എഗ്രീസ് വിത്ത് പ്ലാറ്റോ ദാറ്റ് ആർട്ട് ഈസ് ആൻ ഇമിറ്റേഷൻ ഓർ മിമസിക്സ്. അപ്പോൾ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും ഒരേ രീതിയിൽ പറയുന്ന പോയിന്റ് ഏതാണ്? ആർട്ട് ഈസ് ഇമിറ്റേഷൻ. രണ്ടാളും ഒരേ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അരിസ്റ്റോട്ടിൽ എഗ്രീസ് പ്ലാറ്റോസ് കമൻസ് ദാറ്റ് ആർട്ട് ഈസ് ഇമിറ്റേഷൻ ഓർ മിമസിസ്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി നോക്കൂ എന്തൊക്കെയാണ് ഒബ്സർവേഷനിൽ പറഞ്ഞത് നമുക്ക് നോക്കാം. ഇറ്റ്സ് നേച്ചർ, ആർട്ടിൻ്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ പോയട്രി ഈസ് ആൻ ഇമിറ്റേഷൻ, പോയറ്റ് ഈസ് ആൻ ഇമിറ്റേറ്റർ ലൈക്ക് എ പെയിൻറ്റർ ഓർ എനി അതർ ആർട്ടിസ്റ്റ്. അരിസ്റ്റോട്ടിൻ്റെ അഭിപ്രായത്തിൽ പോയട്രി എന്ന് പറഞ്ഞത് ഒരു ഇമിറ്റേഷനാണ്. പോയറ്റ് ആരാകും? അപ്പം പോയട്രി ഇമിറ്റേഷൻ ആണെങ്കിൽ പോയം എഴുതുന്ന പോയറ്റ് ഒരു ഇമിറ്റേറ്ററാണ്. ആരെപ്പോലെ? പെയിൻറ്റർ പോലെ അല്ലെങ്കിൽ എനി അതർ ആർട്ടിസ്റ്റ്, വേറെ ഏത് ആർട്ടിസ്റ്റിനെ പോലെയും അല്ലേ. അപ്പം നമ്മൾ അരിസ്റ്റോട്ടിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ സെഡ് ദാറ്റ് ആർട്ട് ഇമിറ്റേറ്റ് 3 things. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ആർട്ട് ഇമിറ്റേറ്റ് 3 things. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആർട്ട് ഇമിറ്റേറ്റ് 3 things. ഏതൊക്കെയാണ്? തിങ്സ് ആസ് ദേ ആർ ഓർ വേർ. ഇത് കാണാതെ ഇങ്ങനെ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ പഠിക്കണം. തിങ്സ് ആസ് ദേ ആർ ഓർ വേർ, തിങ്സ് ആസ് ദേ സെഡ് ടു ബി ഓർ തോട്ട് ടു ബി, തിങ്സ് ആസ് ദേ ഓട്ട് ടു ബി. ഇങ്ങനത്തെ ഏതൊക്കെ കാര്യങ്ങളെ ആർട്ട് എങ്ങനെയൊക്കെയാണ് ഇമിറ്റേഷൻ, ഏതൊക്കെ എന്താണ് അരിസ്റ്റോട്ടിൽ ആർട്ട് 3 കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യും. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. തിങ്സ് ആസ് ദേ ആർ ഓർ വേർ.
പ്രസൻറ്റിലെ കാര്യങ്ങളെയും പാസ്റ്റിലെ കാര്യങ്ങളെയും. രണ്ടാമത്തത് തിങ്സ് ആസ് ദേ സെഡ് ടു ബി ഓർ തോട്ട് ടു ബി. പിന്നെ ഇങ്ങനെയാണ് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ അല്ലേ, പിന്നെ അതങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പോയട്രിയിലൂടെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ തിങ്സ് ആസ് ദേ ഓട്ട് ടു ബി, എങ്ങനെ ആയിരിക്കണം, മസ്റ്റ് ബി. ഓട്ട് ടു ബി മീൻസ് മസ്റ്റ് ബി അല്ലേ. തിങ്സ് ആസ് ദേ ഷുഡ് ബി, എങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ, ഐഡിയൽ ഫോം, ഒരു മാതൃക പറഞ്ഞുകൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ രീതി എങ്ങനെ വെച്ചാൽ തിങ്സ് ആസ് ദേ ആർ ഓർ വേർ മീൻസ് വാട്ട് ഈസ് പ്രസൻറ്റ് ഓർ പാസ്റ്റ് എന്നാണ്. മനസ്സിലായോ? പിന്നെ തിങ്സ് ആസ് ദേ സെഡ് ടു ബി ഓർ തോട്ട് ടു ബി. രണ്ടാമത്തത് വാട്ട് ഈസ് കോമൺലി ബിലീവ്ഡ്. ഒന്നാമത്തത് എന്താണ്, തിങ്സ് ആസ് ദേ ആർ ഓർ വേർ വാട്ട് ഈസ് പാസ്റ്റ് ഓർ പ്രസൻറ്റ്. തിങ്സ് ആസ് ദേ സെഡ് ടു ബി ഓർ തോട്ട് ടു ബി വാട്ട് ഈസ് കോമൺലി ബിലീവ്ഡ്. മൂന്നാമത്തത് തിങ്സ് ആസ് ദേ ഓട്ട് ടു ബി വാട്ട് ഈസ് ഐഡിയൽ ഫോം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഒരു ആർട്ടിസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ആര് പറയുന്നത്, അരിസ്റ്റോട്ടിൽ പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. തിങ്സ് ആസ് ദേ ആർ ഓർ വേർ അല്ലെങ്കിൽ പാസ്റ്റ് ഓർ പ്രസൻറ്റ് എന്ന് പറഞ്ഞതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് പെയിൻറ്റിങ് എ ട്രീ ഇൻ ഹിസ് ഗാർഡൻ. ശരിക്കും ശ്രദ്ധിച്ചോ, ആൻ ആർട്ടിസ്റ്റ് പെയിൻറ്റിങ് എ ട്രീ ഇൻ ഹിസ് ഗാർഡൻ ഓർ ആൻ ആർട്ടിസ്റ്റ് പെയിൻറ്റിങ് എ ട്രീ വിച്ച് വൺസ് എക്സിസ്റ്റഡ് ഇൻ ദി ഗാർഡൻ. മനസ്സിലായോ? ഒരു ആർട്ടിസ്റ്റിന് ഒരു ട്രീ എന്താണ് പ്രസൻ്റായിട്ടൊരു ഒരു ഗാർഡനിലുള്ളൊരു ട്രീനെയും വരയ്ക്കാൻ പറ്റും, മുമ്പ് ഉണ്ടായിരുന്നൊരു ട്രീനെയും ആർട്ടിസ്റ്റിന് ഭാവനയിൽ വരയ്ക്കാൻ പറ്റും. അതാണ് തിങ്സ് ആസ് ദേ ആർ ഓർ വേർ. ആ ഒരു രീതിയിൽ പോയറ്റിന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ തിങ്സ് ആസ് ദേ സെഡ് ടു ബി ഓർ തോട്ട് ടു ബി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് കോമൺലി ബിലീവ്ഡ്. ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കട്ടോ, ഇനിയിപ്പോൾ നോട്ടിലും വരും ആ ഒരു പോയിൻറ്റ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. തിങ്സ് ആസ് ദേ സെഡ് ടു ബി ഓർ തോട്ട് ടു ബി പറഞ്ഞാൽ ആൻ ആർട്ടിസ്റ്റ് പെയിൻറ്റിങ് അബൌട്ട് എ ട്രീ ഇൻ ഹിസ് ഫ്രണ്ട്സ് ഗാർഡൻ വിച്ച് ഹി ഹാസ് നോട്ട് സീൻ, ഹി ഈസ് ഇമിറ്റേറ്റിംഗ് from what is said about it or he is imitating from what he thought about it. അപ്പോൾ നമ്മൾ കാണാത്ത ഒന്നിനെ കുറിച്ച് എന്താണ് അതിനെക്കുറിച്ച് ആളുകൾ പറയപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആർട്ടിസ്റ്റ് പെയിൻറ്റിങ് അബൌട്ട് എ ട്രീ ഇൻ ഹിസ് ഫ്രണ്ട്സ് ഗാർഡൻ വിച്ച് ഹി ഹാസ് നോട്ട് സീൻ. അയാൾ കാണാത്ത, അപ്പോൾ നമ്മൾ ഈദൻ ഗാർഡനിലുള്ള എന്താണ് ആദമും അവയും പറിച്ച ആ ഒരു ഫ്രൂട്ട് പറിച്ച ആ ട്രീ കണ്ടിട്ടില്ല പോയിട്ട്, പക്ഷേ എന്താണ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമാജിനേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം തിങ്സ് ആസ് ദേ ആർ സെഡ് ടു ബി ഓർ തോട്ട് ടു ബി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് എക്സാമ്പിൾ പറയുന്നത്. ആൻ ആർട്ടിസ്റ്റ് പെയിൻറ്റിങ് അബൌട്ട് എ ട്രീ ഇൻ ഹിസ് ഫ്രണ്ട്സ് ഗാർഡൻ വിച്ച് ഹി ഹാസ് നോട്ട് സീൻ. അയാൾ കാണാത്തൊരു ട്രീനെ കുറിച്ചിട്ട് ഈസ് ഇമിറ്റേറ്റിംഗ് ഫ്രം വാട്ട് ഈസ് സെഡ് അബൌട്ട് ഇറ്റ്. അയാൾ ഏതടിസ്ഥാനത്തിലാണ് ഇമിറ്റേറ്റ് ചെയ്യണത്, അതിനെക്കുറിച്ച് എന്താണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈസ് ഇമിറ്റേറ്റിംഗ് ഫ്രം വാട്ട് ഹി തോട്ട് അബൌട്ട് ഇറ്റ്, എന്താണ് അതിനെക്കുറിച്ച് എല്ലാവരും പറയപ്പെടുന്നത് എന്നുള്ള ഐഡിയ വെച്ചിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് എന്താണ്, തിങ്സ് ആസ് ദേ ഓട്ട് ടു ബി. അതെങ്ങനെ ആയിരിക്കും ഇമിറ്റേറ്റ് ചെയ്യുന്നത്? തിങ്സ് ആസ് ദേ ഓട്ട് ടു ബി വാട്ട് ഈസ് ഐഡിയൽ ഫോം അല്ലേ, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, അതിന് എക്സാമ്പിൾ നോക്കാം. ആൻ ആർട്ടിസ്റ്റ് ഇമിറ്റേറ്റ് ആൻ ഐഡിയൽ ട്രീ ദാറ്റ് ഷുഡ് ബി ദർ ഇൻ ഹിസ് ഗാർഡൻ. അതാണ് ഇങ്ങനൊരു ട്രീ, ഒരു ദേവദാരം, ഇങ്ങനൊരു ട്രീ ഇവിടെ ഉണ്ടാവണം, ഇല്ല ആ ട്രീ ഇല്ലേ, ഉണ്ടാവണം എന്നുള്ളത് പറയാണ്. അങ്ങനെ ഒരു ട്രീ ഉണ്ടാവണം, ഒരു ഐഡിയൽ ട്രീ, അതാണ് മാതൃകാപരമായ ട്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രീനെ കുറിച്ച് പറയണം. അതാണ് എന്ത്, വാട്ട് ഈസ് ഐഡിയൽ ഫോം അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മൂന്നിനും കൂടി ഇൻ അതർ വേർഡ്സ്, വേറെ വേർഡ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ എന്താണ് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ആർട്ടിസ്റ്റ് ഇമിറ്റേറ്റ് 3 തിങ്സ്. എന്തൊക്കെ ഒരു ആർട്ടിസ്റ്റ് എന്തൊക്കെ ഇമിറ്റേറ്റ് ചെയ്യണം? അരിസ്റ്റോട്ടിൽ പറഞ്ഞു, ലൈക്ക് പ്ലാറ്റോ, ആർട്ട് ഈസ് ആൻ imitation. Art imitate 3 things. Things as they are or were, things as they said to be or thought to be, things as they ought to be. In other words, he imitate what is past or present. ഒന്നാമത്തെ അല്ലേ, തിങ്സ് ആസ്, ആറും വേറും കണ്ടാൽ മനസ്സിലാവും, ആറ് പ്രസൻറ്റിലാണ്, വേറ് പാസ്റ്റിലാണ്. അപ്പം തിങ്സ് ആസ്
വിച്ച് ഈസ് പാസ്റ്റ് ഓർ പ്രസൻറ്റ്. രണ്ടാമത്തത് വാട്ട് ഈസ് കോമൺലി ബിലീവ്ഡ്. ആ ഫ്രണ്ടിൻ്റെ ഗാർഡനിലുള്ള ട്രീ എങ്ങനെയാണെന്ന് കേട്ടറിവ് വെച്ചിട്ട് ഇമിറ്റേറ്റ് ചെയ്യുക. അതാണ് എന്ത് വാട്ട് ഈസ് കോമൺലി ബിലീവ്ഡ്. മൂന്നാമത്തത് വാട്ട് ഈസ് ഐഡിയൽ. Like Plato, he too believes that there is a natural pleasure in imitation. പ്ലാറ്റോനെ പോലെ തന്നെ നമ്മുടെ അരിസ്റ്റോട്ടിലും പറയുന്നത് ഇമിറ്റേഷനിലൊരു സന്തോഷമുണ്ട് അല്ലേ. വിച്ച് ഈസ് ആൻ ഇൻബോൺ ഇൻസ്റ്റിങ്ക്റ്റ് ഇൻ മാൻ. ഇത് മനുഷ്യന് ജന്മനാ ഉള്ളതാണ്. ഈ ആർട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു സന്തോഷം കിട്ടുക എന്നുള്ളത് ഇൻബോൺ ആയിട്ട് കിട്ടിയതാണ് അല്ലേ. കോൺസ്റ്റിറ്റ്യൂട്ടിങ് ദ വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിം ഇതാണ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിം ആൻഡ് ദ ലോവർ അനിമൽസ്. ഇതാണ് മനുഷ്യനും ലോവർ അനിമൽസും തമ്മിലുള്ള വ്യത്യാസം. ഇൻ ദിസ് പ്ലഷർ it imitate in this pleasure in imitation. ഈ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ പ്ലഷർ ദാറ്റ് എനേബിൾസ് ദ ചൈൽഡ് ടു ലേൺ ഹിസ് ഏർലിയസ്റ്റ് ലെസൺസ് ഇൻ സ്പീച്ച് ആൻഡ് ദ കോണ്ടക്ട് ഫ്രം ദോസ് അറൗണ്ട് ഹിം. അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ചൈൽഡ് പാഠങ്ങളില്ലേ, ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ആർജിക്കണതെന്ന്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഉമ്മമാരും അല്ലെങ്കിൽ ഉപ്പമാരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. അല്ലെങ്കിൽ വേറെ നമ്മളെ സിസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ കാണുന്നവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, നമ്മൾ കാര്യങ്ങൾ പഠിച്ചു വരുന്നത് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദേ ആർ ഇമിറ്റേറ്റഡ് ബൈ ഗ്രോണപ്സ്. നമ്മൾ വലിയ ആളുകളെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ സ്പീച്ചും സ്വഭാവവും ഒക്കെ പഠിക്കുന്നത്. ബിക്കോസ് ദർ ഈസ് എ പ്ലഷർ ഇൻ ഡൂയിങ് സോ. കാരണം അതിലൊരു പ്ലഷർ ഉണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണതിൽ. സോ ഹവർ പോയറ്റ് ഓർ ആൻ ആർട്ടിസ്റ്റ് ഈസ് ജസ്റ്റ് എ ഗ്രോൺ അപ്പ് ചൈൽഡ് ഇൻഡൽജിങ് ഇൻ ഇമിറ്റേഷൻ ഫോർ ദ പ്ലഷർ ഇറ്റ് അഫോർഡ്. അപ്പോൾ ഒരു പോയറ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഒരു ഗ്രോൺ അപ്പ് ചൈൽഡിനെ പോലെയാണ് ഇൻഡൽജിങ് ഇൻ ഇമിറ്റേഷൻ. അയാൾ ഇമിറ്റേഷനിൽ മുഴുകുന്നത്, അനുകരണത്തിൽ മുഴുകുന്നത്. ഫോർ ദ പ്ലഷർ, അതിലൂടെ കിട്ടുന്ന പ്ലഷർ അയാൾക്ക് വലിയൊരു കാര്യം തന്നെയാണ്. അതിലൊരു പ്ലഷർ ഉണ്ട്. ഇമിറ്റേഷനിൽ എന്തുണ്ട്? ദർ ഈസ് എ പ്ലഷർ ഇൻ ഇമിറ്റേഷൻ എന്നുള്ള പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കേട്ടോ. ദർ ഈസ് ഓൾസോ അനദർ ഇൻബോൺ ഇൻസ്റ്റിങ്ക്റ്റ് ഫോർ ഹാർമണി ആൻഡ് റിതം അല്ലേ. അതിന് എന്താണ് പോയട്രി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഹാർമോണിക് ആയിട്ടുള്ള മെലഡിയസ് ആയിട്ടുള്ള കഴിവുകൾ അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. അല്ലെങ്കിൽ അതിലൊരു ഇൻബോൺ ആയിട്ടുള്ളൊരു ടാലൻറ്റ് വേണം ഹാർമണിയിലും റിതത്തിലും. ദർ ഈസ് ഓൾസോ അനദർ ഇൻബോൺ ഇൻസ്റ്റിങ്ക്റ്റ് ഫോർ ഹാർമണി ആൻഡ് റിതം. ജനറലി നമുക്ക് ജന്മനാ ഒരു വാസന വേണമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ പാട്ട് പാടുന്നവർക്കൊക്കെ ഒരു ജന്മവാസന ഉണ്ടാവും അല്ലേ. അതുപോലെ നമുക്ക് ഹാർമണി റിതത്തിനുള്ള ഒരു ജന്മവാസന നമുക്ക് വേണം. ദിസ് മാനിഫെസ്റ്റ് ദ മെട്രിക്കൽ കോമ്പോസിഷൻ. എന്നാലേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? മെട്രിക്കൽ കോമ്പോസിഷൻ ഹിയർ മീൻസ് പോയട്രി. പോയട്രി എഴുതണമെങ്കിൽ എന്ത് വേണം? ഡ്രാമിങ് കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ വേറൊരു ടൈപ്പിലുള്ള ഇമിറ്റേഷൻ വേണം. പോയട്രി എഴുതണമെങ്കിൽ എന്ത് വേണം? ഹാർമണി റിതം ത്തിനുള്ള കഴിവ് വേണം. അരിസ്റ്റോട്ടിൽ സ്ട്രോങ്ലി പ്രൊട്ടസ്റ്റ് ദാറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് പ്ലാറ്റോ പോയട്രി ഈസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ്? പ്ലാറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. പ്ലാറ്റോയുടെ ഏത് പോയിന്റ് അരിസ്റ്റോട്ടിൽ അംഗീകരിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചു? ആർട്ട് ഈസ് ഇമിറ്റേഷൻ. ഇനി അവർ തമ്മിൽ എതിർപ്പുള്ളൊരു പോയിന്റ് അട്ടറായിട്ട് അരിസ്റ്റോട്ടിൽ പ്ലാറ്റോനെ എതിർത്തൊരു പോയിൻ്റാണ് പോയട്രി ഈസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. അത് അയാൾ അംഗീകരിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. പോയട്രി ഈസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നുള്ള ഒരു പോയിന്റ് നമ്മുടെ അരിസ്റ്റോട്ടിൽ അംഗീകരിച്ചിട്ടില്ല. പോയട്രി ഈസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. പോയട്രി ഈസ് ദ ഇമിറ്റേഷൻ ഓഫ് യൂണിവേഴ്സൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അപ്പോൾ ആ സമയത്ത് അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോയിന്റ് എന്താണ്? പോയട്രി 2 പ്രാവശ്യം വായിച്ച സാധനമൊന്നും അല്ല. പോയട്രി ഈസ് ദ ഇമിറ്റേഷൻ ഓഫ് യൂണിവേഴ്സൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്. ടു പ്രൂവ് ദിസ് അരിസ്റ്റോട്ടിൽ മേക്സ് എ കമ്പാരിസൺ ബിറ്റ്വീൻ പോയട്രി ആൻഡ് ഹിസ്റ്ററി. അപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയട്രി എന്ന് പറഞ്ഞത് ഒരു റിമൂവ് ചെയ്തിട്ട് ഒരു സത്യമല്ലാത്ത സാധനമൊന്നും അല്ല പോയട്രി. അങ്ങനെയൊക്കെ പറഞ്ഞത് പ്ലാറ്റോ ആണ്. ഇവിടെ അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞത്? പോയട്രി ഈസ് ഇമിറ്റേഷൻ. ഇറ്റ് ഈസ് ദ ഇമിറ്റേഷൻ ഓഫ് യൂണിവേഴ്സൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്. പോയട്രി എന്ന് പറഞ്ഞത്
സത്യങ്ങൾ യൂണിവേഴ്സൽ സത്യങ്ങൾ വിളിച്ചു പറയുന്ന, യൂണിവേഴ്സൽ സത്യങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് പോയട്രി. ലൈഫിലെ യൂണിവേഴ്സൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫിലെ കാര്യങ്ങളെ യൂണിവേഴ്സലായിട്ട് ലൈഫിൽ ഒരു കോമൺ ആയിട്ട് അങ്ങോട്ട് പറയുകയാണല്ലോ പോയട്രിയിൽ ചെയ്യുക. അതിൽ മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. എന്താണ് ഇപ്പോൾ ഉദ്ദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? അപ്പോൾ നമുക്കറിയാം എന്താണ് ഷേക്സ്പിയറിൻ്റെ പോയട്രിയിൽ ട്രൂ ലവ് പറയുന്നുണ്ട് അല്ലേ. ട്രൂ ലവ് അല്ലെങ്കിൽ എന്താണ് താൽക്കാലികമായിട്ടുള്ള സ്നേഹം പറയുന്നുണ്ട്, ട്രൂ ലവ് പറയുന്നുണ്ട്, ഫിസിക്കൽ ലവ് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ യൂണിവേഴ്സലായിട്ട് പോയറ്റുകൾ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ പോയട്രി ഈസ് ദ ഇമിറ്റേഷൻ ഓഫ് യൂണിവേഴ്സൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്. നമ്മുടെ പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു സത്യവും പോയട്രിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ യൂണിവേഴ്സൽ സത്യങ്ങൾ പറയുന്ന സാധനമാണ്, ഒരു ആർട്ട് ഫോമാണ് പോയട്രി എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ടു പ്രൂവ് ദിസ്, ഈ ഒരു യൂണിവേഴ്സൽ സത്യങ്ങളാണ് പോയറ്റുകൾ ഇമിറ്റേറ്റ് ചെയ്യണമെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അരിസ്റ്റോട്ടിൽ മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ പോയട്രി ആൻഡ് ഹിസ്റ്ററി. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ പോയട്രി ആൻഡ് ഹിസ്റ്ററി. അപ്പോൾ പ്ലാറ്റോ ഈ ഒരു സ്ഥലത്ത് എന്ത് കമ്പാരിസൺ ആണ് വെച്ചത്? പോയട്രിയും ഫിലോസഫിയും തമ്മിലാണ് കണക്ട് ചെയ്തത്. ഇവിടെ അരിസ്റ്റോട്ടിൽ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പോയട്രിയും ഹിസ്റ്ററിയും തമ്മിലാണ് കമ്പാരിസൺ നടത്തിയത്. എന്താണ് പോയട്രി ഹിസ്റ്ററി തമ്മിൽ കമ്പാരിസൺ നടത്തിയിട്ട് പ്രൂവ് ചെയ്തത്? Poetry does not relate what has happened, but poetry deals with what may happen. മനസ്സിലായോ? ഹിസ്റ്ററിയിൽ എന്താണ് സംഭവിച്ചത്? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ചരിത്രം. ചരിത്രത്തിൽ എന്താണ് പറയുക? എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള റെക്കോർഡുകളാണ് അല്ലേ. റെക്കോർഡുകൾ എഴുതപ്പെടുന്ന സ്ഥലമാണ് എന്ത്? ഹിസ്റ്ററി. അപ്പം ഹിസ്റ്ററി ഡീൽസ് വിത്ത് വാട്ട് ഹാസ് ഹാപ്പൻഡ് അല്ലേ, പാസ്റ്റ് ടെൻസ് ആണ്. എന്തൊക്കെ സംഭവിച്ചു എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹിസ്റ്ററിയിൽ. അറ്റ് ദ സെയിം ടൈം പോയട്രി ഡീൽസ് വിത്ത് വാട്ട് മേ ഹാപ്പൻ, എന്ത് സംഭവിക്കും എന്നാണ്. പോയറ്റിന് ധൈര്യത്തിൽ എഴുതാം, അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്ന് പറഞ്ഞിട്ട് എഴുതല്ലേ. വാട്ട് ഷുഡ് ബി എന്ന് പറഞ്ഞിട്ട് എഴുതല്ലേ. തിങ്സ് ആസ് ദേ ഓട്ട് ടു ബി, അങ്ങനെ എഴുതാൻ പറ്റും. വാട്ട് ഈസ് ഐഡിയൽ ഫോം, ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇല്ലാത്ത കാര്യങ്ങൾ പോലും എന്താണ് ഒരു പോയറ്റിന് എഴുതാൻ പറ്റും. ഹിസ്റ്ററിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിക്കുറിച്ച് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല, നെവർ അല്ലേ, ഒരിക്കലും പറ്റില്ല. Poetry therefore more philosophical and higher thing than history. ഹിസ്റ്ററിനെക്കാളും വലിയ ഹയർ തിങ് ആണ് എന്ത്? പോയട്രി. കാരണം എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ യൂണിവേഴ്സൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. പോയട്രി ഡീൽ ചെയ്യുന്നത് യൂണിവേഴ്സൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫാണ്. ലൈഫിൻ്റെ യൂണിവേഴ്സൽ കാര്യങ്ങളാണ് പോയട്രിയിലൂടെ ചിത്രീകരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഹിസ്റ്ററി ഡീൽസ് വിത്ത് എ പർട്ടിക്കുലർ തിങ് അല്ലേ. ഹിസ്റ്ററിയിൽ ഒരു പർട്ടിക്കുലർ തിങ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ വാട്ട് ഹാസ് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനല്ല റെലവൻസ്. ഏറ്റവും കൂടുതൽ ഫിലോസഫിക്കലായത് പോയട്രി ആണ്. അപ്പോൾ നമ്മുടെ എന്താണ് പ്ലാറ്റോ പറയും ഒരിക്കലും ഫിലോസഫി ആയിട്ട് താരതമ്യപ്പെടുത്താൻ പോയട്രിനെ പറ്റൂല. കാരണം സത്യങ്ങളില്ല പോയട്രിയിൽ. ഇതൊരു എന്താണ് ഫിലോസഫി ആകുമ്പോൾ കൂൾ ഡെലിബറേഷനിലൂടെ ആർജിക്കുന്ന സാധനമാണ്, എഴുതുന്ന സാധനമാണ്. മറ്റതാണെങ്കിലോ ഒരു സഡൻ ഇൻസ്പിറേഷൻ്റെ പ്രോഡക്റ്റാണ്. അതുകൊണ്ട് വി നവർ സബ്സ്റ്റിറ്റ്യൂട്ട് ട്രൂത്ത് അല്ലേ. ട്രൂത്തിനെ പകരം വെക്കാൻ ഒരിക്കലും പോയട്രിനെ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് പ്ലാറ്റോ. പക്ഷേ ഇവിടെ പോയട്രിനെ നല്ല പൊക്കി വെക്കാണ്. പോയട്രി ഈസ് ആൻ ഇമിറ്റേഷൻ അല്ലേ. പോയട്രി ഈസ് ദ ഇമിറ്റേഷൻ ഓഫ് യൂണിവേഴ്സൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. പിന്നെ അരിസ്റ്റോട്ടിൽ മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ പോയട്രി ആൻഡ് ഹിസ്റ്ററി. ഹിസ്റ്ററി ഡീൽസ് വിത്ത് വാട്ട് ഹാസ് ഹാപ്പൻഡ്, പോയട്രി ഡീൽസ് വിത്ത് വാട്ട് മേ ഹാപ്പൻ. പോയട്രി ഈസ് മോർ ഫിലോസഫിക്കൽ ദാൻ ഹയർ തിങ് ദാൻ ഹിസ്റ്ററി. അതുകൊണ്ട് ഹിസ്റ്ററിയാണ് ഹയർ തിങ്. ബിക്കോസ് ദ പോയട്രി tends to express the universal aspects of life, history the particular. ഹിസ്റ്ററി ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ അങ്ങനെ യൂണിവേഴ്സലായിട്ട് അതാവും ഇതാവും എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഹിസ്റ്ററി എഴുതുന്ന ആൾക്ക് എഴുതാൻ പറ്റില്ല. ഹിസ്റ്ററി റിക്കോർഡ് പർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസസ് ഓർ തിങ് അല്ലേ. പർട്ടിക്കുലർ ആയിട്ട് പ്രത്യേക ആളുകളെ കുറിച്ചിട്ട്, പ്രത്യേക മീൻസ് നമ്മൾ കഴിഞ്ഞു പോയ ഹിസ്റ്ററി എഴുതുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഒരു പർട്ടിക്കുലറായിട്ട് എഴുതുകയാണ്, അല്ലാതെ യൂണിവേഴ്സലായിട്ടല്ല. പോയട്രി ഇൻഫ്ലുവൻസസ് യൂണിവേഴ്സൽ അപ്പീൽ ഇൻ ദം ബൈ സ്ട്രെസ്സിങ്
what they have in common with all persons, all places and all thing. മനസ്സിലായോ? മറ്റേല് പെർട്ടിക്കുലർ പേഴ്സണിനെ കുറിച്ചാണ് ഹിസ്റ്ററിയിൽ ഡീൽ ചെയ്യുന്നത്. പോയട്രി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ അപ്പീൽ ആയതുകൊണ്ട് ഇൻ ദം ബൈ സ്ട്രെസ്സിങ്, അതുകൊണ്ട് പോയട്രി സ്ട്രെസ് ചെയ്യുന്നത് എന്താണ്? വാട്ട് ദേ ഹാവ് ഇൻ കോമൺ വിത്ത് ഓൾ പേഴ്സൺസ്. കോമണായി എന്താണ് ഒരു പേഴ്സണിലുള്ളത്? ഹിസ്റ്ററി ആകുമ്പോൾ കഴിഞ്ഞ കാര്യമാണ്, അത് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അതുപോലെ അല്ല പോയട്രിയിൽ എന്താണ് ഒരു പേഴ്സണിൽ കോമൺ ആയിട്ടുള്ളത്, അല്ലാതെ പർട്ടിക്കുലറായിട്ടുള്ളതല്ല. പർട്ടിക്കുലറായിട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹിസ്റ്ററിയിലാണ്. വാട്ട് they have in common with all person, all places or all thing. എല്ലാ തിങ്ങിലും കോമൺ ആയിട്ട് എന്തുണ്ട് എന്നുള്ളത് ഡീൽ ചെയ്യുന്നത് പോയട്രിയാണ്. സോ ഫാർ അരിസ്റ്റോട്ടിൽസ് പോയറ്റിക് ഇമിറ്റേഷൻ ഈസ് നോട്ട് എ മിയർ മിമിക്രി. അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് വെറും ഒരു മിമിക്രി അല്ല, ബട്ട് ആൻ ആക്ട് ഓഫ് ക്രിയേറ്റീവ് ഇമാജിനേഷൻ. പക്ഷേ ഒരു ആർട്ട് ഓഫ് ക്രിയേറ്റീവ് ഇമാജിനേഷൻ ആണ് എന്നാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ തിയറി ഓഫ് മിമസിസ് ആണ് നമ്മൾ പഠിച്ചത്. പ്ലാറ്റോൻ്റെ പഠിച്ചത് എന്തായിരുന്നു? തിയറി ഓഫ് ഐഡിയാസ് ആണ്. അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും ഒത്തുപോകുന്നൊരു പോയിൻ്റ് എന്താണ്? ആർട്ട് ഈസ് ഇമിറ്റേഷൻ എന്ന് രണ്ടാളും അംഗീകരിക്കണ പോയിൻ്റാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യണ പോയിൻ്റ്, എതിർക്കണ പോയിൻ്റ് എന്താണ്? പ്ലാറ്റോൻ്റെ ഏത് പോയിൻ്റാണ് അരിസ്റ്റോട്ടിൽ എതിർക്കുന്നത്? ആർട്ട് ഈസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. പോയട്രി എന്ന് പറഞ്ഞത് അങ്ങനത്തെ ഒരു സത്യമില്ലാത്ത സംഭവമൊന്നുമല്ല. ഇറ്റ് ഡീൽസ് വിത്ത് ദ യൂണിവേഴ്സൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഫോർ പ്രൂവിങ് ദിസ് ഹി റിലേറ്റ് പോയട്രി ആൻഡ് ഹിസ്റ്ററി. താങ്ക് യു ആൾ.